നടനും ബി.ജെ.പി. നേതാവുമായി സുരേഷ് ഗോപി ലൂർദ് മാതാവിന് നൽകിയ കിരീടത്തിലെ തൂക്കം ഉരച്ചു നോക്കാൻ ഇറങ്ങിയ കമ്മി സുഡാപ്പികളെ നിങ്ങൾ വായും പൊളിച്ചിരുന്നോളൂ. തൃശൂരിലെ തിരഞ്ഞെടുപ്പ് സുരേഷ് ഗോപി ജയിച്ചാൽ ലൂർദ് മാതാവിന് അദ്ദേഹം നേർച്ചയായി സമർപ്പിക്കുക 10 ലക്ഷം രൂപയുടെ സ്വർണമായിരിക്കുമെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. പിന്നെ ചെമ്പെന്ന് പറഞ്ഞ് മാനത്ത് നോക്കിയിരിക്കുന്നവർ അന്ന് സ്വപ്ന ചേച്ചി പറഞ്ഞ കാര്യം ഓർമ്മ കാണുമല്ലോ. 916 ബിരിയാണി ചെമ്പിനെ കുറിച്ച്, ആ ചെമ്പിലെ സ്വർണത്തെക്കുറിച്ചും ഓർമ്മ കാണുമല്ലോ. അതുകൊണ്ട് തന്നെയായിരിക്കും നിങ്ങൾ ഈ ചെമ്പെന്ന് വിളിച്ചു പോകുന്നതെന്നാണ് സോഷ്യൽ മീഡിയയും പറയുന്നത്. എന്തായാലും ലൂർദ് മാതാവിന്റെ പള്ളിയിൽ സുരേഷ് ഗോപി സമർപ്പിച്ച സ്വർണമല്ല എന്ന് വ്യാപകമായി പ്രചരിപ്പിക്കുന്നതിനെതിരെ ഇപ്പോൾ അദ്ദേഹം തന്നെ പ്രതികരിക്കുകയാണ്. തന്റെ കുടുംബത്തിന്റെ നേർച്ചയായിരുന്നു ആ കിരീടമെന്നും അത് ഓഡിറ്റ് നടത്താൻ മറ്റു പാർട്ടികൾക്ക് എന്ത് അധികാരമാണുള്ളതെന്നും സുരേഷ് ഗോപി ചോദിക്കുന്നു. തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ 10 ലക്ഷം രൂപയുടെ കിരീടം മാതാവിന് സമർപ്പിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിലൊരു വൈരക്കല്ലുണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം നേർച്ചയൊക്കെ വിളിച്ചു പറയുന്ന ഗതികേടിലേക്ക് ഈ മോശപ്പെട്ട ആളുകൾ എന്നെ നയിക്കുകയാണ്. കിരീടം പണിയാൻ കൊടുത്ത സ്വർണത്തിൽ പകുതിയും പണിതയാൾ തിരിച്ചു നൽകി. അത് ചേർക്കാൻ പറ്റില്ലെന്നാണ് പറഞ്ഞത്. ഒരു കല്ലെങ്കിലും പതിപ്പിക്കണമെങ്കിൽ 18 ക്യാരറ്റ് സ്വർണമായിരിക്കണം. അതിന് തയ്യാറാണ്. അപ്പോഴും വലിയ വില വ്യത്യാസം വരില്ല. ഇനി ഇവന്മാർ അത് ചുരണ്ടാൻ വരുമോ എന്നാണ് സുരേഷ് ഗോപി ചോദിക്കുന്നത്. തന്റെ മകളുടെ വിവാഹത്തിന് മുന്നോടിയായിട്ടായിരുന്നു സുരേഷ് ഗോപി കുടുംബസമേതം പള്ളിയിലെത്തി സ്വർണ്ണ കിരീടം സമർപ്പിച്ചത്. മകളുടെ വിവാഹത്തിന് മുൻപായി ലൂർദ് മാതാവിന് സ്വർണ്ണ കിരീടം സമർപ്പിക്കുമെന്ന നേർച്ചയുണ്ടായിരുന്നു. അത് അദ്ദേഹം നിറവേറ്റുക തന്നെയാണ് ചെയ്തത്. അതേസമയം സുരേഷ് ഗോപി മാതാവിന് നൽകിയ കിരീടം ചെമ്പാണോ അത് മുക്കുവണ്ടമാണോ എന്നൊക്കെ വിളിച്ചു പോകുന്ന കമ്മീസ് ഒന്ന് മനസ്സിലാക്കുക. നിങ്ങളെയൊക്കെ പോലെ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ഇപ്പോഴും പോസ്റ്റർ ഒട്ടിച്ചും കൂലിക്ക് തല്ലിയും സൈബർ അറ്റാക്കും ആശ്വസിച്ചൊക്കെ അല്ല അദ്ദേഹം ജീവിക്കുന്നത്. നീയൊക്കെ സ്വപ്നം കാണുന്നതിനും അപ്പുറത്താണ് അദ്ദേഹത്തിന്റെ ലെവലെന്നും അദ്ദേഹത്തിന്റെ മനസ്സിലെ നന്മയെന്നും പറയുകയാണ് സോഷ്യൽ മീഡിയ. അദ്ദേഹത്തെ കരിവാരിത്തേക്കാൻ ഇറങ്ങിയ കമ്മികളെയും സുഡാപ്പികളെയും ഒക്കെ തന്നെയാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ വാരി അലക്കുന്നത്. ചില പ്രതികരണങ്ങൾ ഇങ്ങനെയാണ്: എടാ നാറി, നീയൊക്കെ എത്ര കരഞ്ഞാലും സുരേഷ് ഗോപിയുടെ രോമത്തിൽ ഏശില്ല കേട്ടോ. നിനക്കൊക്കെ വിജയന്റെ അമേധ്യം തിന്നാനേ യോഗമുള്ളൂ. ഈ കേരളം ഈ ഗതിയായിട്ടും നിനക്കൊക്കെ എങ്ങനെ കഴിയുന്നു ഇങ്ങനെ പോസ്റ്റ് ഇടാൻ? ഇനിയെങ്കിലും ചിന്തിച്ച് പെരുമാറാൻ നോക്ക് എന്നാണ് കമന്റ്. ഇനി മറ്റൊരു കമന്റ് ഇങ്ങനെയാണ്: എടാ മാതാവിന്റെ കിരീടം താഴെ വീണത് നിനക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ പോയി നല്ലൊരു കിരീടം വാങ്ങി വെച്ച് കൊടുക്ക്. അല്ലാതെ ഒരുവൻ കൊടുത്തത് കണ്ട് കുളിരണിഞ്ഞ് കുശുമ്പ് പിടിച്ചിട്ട് കാര്യമില്ല. ഇനി മറ്റൊരു കമന്റ് ഇങ്ങനെയാണ്: ചെമ്പായാലും മുക്കായാലും നിനക്കൊക്കെ എന്താണ്? നിന്റെയൊക്കെ വീട്ടിൽ നിന്നും കൊടുത്തതല്ലല്ലോ, സ്വർണം മാത്രമേ പാടുള്ളൂ എന്ന് പറയാൻ. അദ്ദേഹത്തിന്റെ കാശ്, അദ്ദേഹം പണിയിച്ച കിരീടം അദ്ദേഹത്തിന് ഇഷ്ടമുള്ളതുപോലെ ചെയ്തു. അല്ലാതെ കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ പറ്റിച്ച് ചെമ്പിൽ സ്വർണം കടത്തി, ക്ഷേമ പെൻഷൻ മുടക്കി, KSRTC ജീവനക്കാരുടെ പെൻഷനും ശമ്പളവും നിർത്തി. ഇതായിപ്പോ ഓഫീസിൽ ജോലി ചെയ്യുന്ന സർക്കാർ ജീവനക്കാരുടെയും ശമ്പളം കൊടുക്കുന്നില്ല. വിദ്യാർത്ഥി രാഷ്ട്രീയം വഴി സഹപാഠിയെ കൊന്നൊടുക്കുന്നതിനേക്കാൾ ഭേദമാണ് സുരേഷ് ഗോപി ചെയ്യുന്നത് എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ. അതേസമയം കിരീടം ചെമ്പിൽ സ്വർണം പൂശിയാണ് നിർമ്മിച്ചത് എന്ന തരത്തിലെ വാർത്തകൾക്കെതിരെ സുരേഷ് ഗോപി പ്രതികരിക്കുന്നത് ഇങ്ങനെയാണ്: കിരീടം നിർമ്മിക്കുന്ന സമയത്ത് ഒറ്റ കാര്യമേ ആവശ്യപ്പെട്ടു എന്നാണ് ശില്പി അനു അനന്തൻ പറയുന്നത്. നല്ലൊരു തങ്ക കിരീടം മാതാവിന് സമർപ്പിക്കണമെന്നാണ് സുരേഷ് ഗോപി ശില്പിയോട് ആവശ്യപ്പെട്ടത്. അളവോ കാര്യങ്ങളോ നോക്കരുത്, കിരീടം ഭംഗിയായിരിക്കണം. 17 ദിവസം എടുത്തു ആ കിരീടം പണിയാൻ സുരേഷ് ഗോപി കുറച്ച് സ്വർണം തന്നിരുന്നു. ഞാനത് തൂക്കം നോക്കിയിട്ടില്ല. ഉപയോഗിച്ച സ്വർണത്തിന്റെ ബാക്കി അദ്ദേഹത്തിന് തന്നെ തിരിച്ചു കൊടുക്കുകയായിരുന്നു. കിരീടത്തിന്റെ തൂക്കം അറിയണ്ട എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നുവെന്നും അനു അനന്തൻ വ്യക്തമാക്കുന്നു. സുരേഷ് ഗോപിയും കുടുംബവും ലൂർദ് പള്ളിയിൽ നൽകിയത് ചെമ്പിൽ സ്വർണം പൂശിയ കിരീടമെന്നാണ് സോഷ്യൽ മീഡിയയിൽ കമ്മികളുടെ ആക്ഷേപം. സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹത്തിന് മുന്നോടിയായി ജനുവരി 15-ന് തൃശൂർ ലൂർദ് കത്തീഡ്രൽ പള്ളിയിൽ അദ്ദേഹം കിരീടം സമർപ്പിക്കുകയായിരുന്നു. കുടുംബത്തോടും എത്തിയാണ് അദ്ദേഹം മാതാവിന് കിരീടം സമർപ്പിച്ചത്. ഈ ഇലക്ഷനോടനുബന്ധിച്ച് ഈ കിരീടത്തെ ചൊല്ലി അദ്ദേഹത്തെ കരിവാരിത്തേക്കാനാണ് കമ്മികളും സുഡാപ്പികളും ഇറങ്ങുന്നത്. ഇവർക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വ്യാപകമായ വിമർശനമാണ് ഉയർന്നു വരുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.